ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ മൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. സൺഡേ എടുത്ത വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് കംപ്ലീറ്റ് ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് നാളത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം റിച്ചാർഡ് ഫോർമൽ ഡ്രസ്സിലാണ് ഇറങ്ങുന്നത്. കാരണം ഇത് ഓഫീസിൽ ചെന്നിട്ട് ഇവരുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഓഫീസിൽ ചെല്ലുമ്പോൾ എപ്പോഴും ക്ലീൻ ഷേവ് ആയിരിക്കണം, ഫോർമൽ ഡ്രസ്സ് വേണം, അങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. പക്ഷെ അത് പാലിക്കാതെ പോകുന്ന ആളുകളുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ പപ്പക്കും മക്കൾക്കും ഒക്കെ അത് കൃത്യമായിട്ട് പാലിക്കണമെന്ന് ഭയങ്കര നിർബന്ധമുള്ള ആളുകളാണ്. അത് ഇല്ലാതെ വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ. പക്ഷെ നമ്മൾ അങ്ങനെ അവിടുത്തെ ആ ഒരു നിയമം അനുസരിച്ച് നമ്മളവിടെ ചെല്ലുന്നെന്ന് മാത്രം. അപ്പോൾ ഇത്തവണ താടി ഫുള്ളായിട്ട് അവൻ ഷേവ് ചെയ്തില്ല. ഞാൻ പറഞ്ഞേടാ, ഇനിയിപ്പോൾ താടി വളർന്നു വരുമ്പോൾ കുറേ ടൈം എടുക്കൂലേ, അപ്പോൾ അതേ ഒന്ന് ട്രിം ചെയ്തിട്ട് പോകാൻ പറയും. അങ്ങനെ അവൻ ആദ്യമായിട്ടാണ് പഠിക്കാതെ, അല്ലെങ്കിൽ ക്ലീൻ ഷേവിലേ പോവുള്ളൂ. ഒന്നാമത് റിച്ചാർഡ് ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ പോലെ ഇരിക്കണതേ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും പ്രായം തോന്നില്ല റിച്ചാർഡിനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് കളയണ്ട, അപ്പോൾ അതേ ഒന്ന് ട്രിം ചെയ്യും. ഇനി അവിടെ ചെന്നിട്ട് അവരെന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ ഉടനെ പോയിട്ട് ഷേവ് ചെയ്തൊന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ പോയത് കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചില ക്യാപ്റ്റന്മാർക്കൊക്കെ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർബന്ധമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ ഭയങ്കര ദേഷ്യപ്പെടും അങ്ങനെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് പോയപ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകുന്നു, കുഴപ്പമില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചു പോന്നു. അപ്പം ഞാനിന്ന് കുറച്ച് കുഞ്ഞാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പം മീനൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരണില്ല, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാലും ഭയങ്കര വിലയാണ് കേട്ടോ. മീനിന് ക്രിസ്മസ് ടൈമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വിലയാണ്. പിന്നെ മീൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമായി പോകും. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ വലിയ മീനുകൾക്കൊന്നും നമ്മൾ പോകാറില്ല ഈ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ കുഞ്ഞ് ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ പച്ചരപ്പ് ചേർത്ത് വെക്കില്ല. അപ്പോൾ ഓരോ തവണ വെക്കുമ്പോഴും ഇത്തിരി മാറ്റിയിട്ട് ഇങ്ങനെ ടേസ്റ്റ് ഒന്ന് മാറ്റി വരാനേ, മാറി കിട്ടാനായിട്ട് അങ്ങനെയൊക്കെ വെക്കും. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ താളിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊക്കെ അല്ലേ വെച്ചത്. അപ്പോൾ ഇന്ന് പച്ചരപ്പിൽ വെച്ചിട്ട്, അപ്പോൾ അതിന് ചെറിയൊരു വേറൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏതായാലും അത് മാത്രമേ കറിയുള്ളൂ. അതിനകത്തൊന്ന് വറുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആകപ്പാടെ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നേ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് 65-ൻ്റെ മിക്സ് വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ച്. ഞാൻ ഉണ്ടാക്കുന്ന 65 ഇങ്ങനെയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ബേക്കേഴ്സിൻ്റെ ഒരു പാക്കറ്റ് മിക്സ് അത് ഞാൻ തൂക്കി നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് ആ ഒരൊറ്റ പാക്കറ്റാണ് ഫുൾ എടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ചൊരു ചിക്കൻ അതിനകത്ത് നിന്ന് ഇത്തിരി മാത്രം മസാല എടുത്തിട്ട് ഇത്തിരി വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് തൂക്കി നോക്കിയിട്ടല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് ഞാനെടുത്ത ചിക്കന് പറ്റിയ ആ ഒരു തൂക്കമായിരുന്നു അതിനകത്തുള്ള പൊടികൾക്കും. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് തൈരും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർക്കണ്ട. ഇതിന് മുമ്പ് വേറൊരു ബ്രാൻഡ് മേടിച്ചതിൽ തൈരും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ചേർക്കണം. അപ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി. ഇത് നല്ല ടേസ്റ്റാണെന്നാണ് പിള്ളേർ പറഞ്ഞത്. നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ല എരിവൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ 65 ഉണ്ടാക്കുന്നത് വേറൊരു മെത്തേഡിലല്ലേ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവർക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഈ ബേക്കേഴ്സിൻ്റെ തന്നെ ഇനി മേടിച്ചിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. അപ്പം ഞാനതിങ്ങനെ ഫ്രൈ ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ ഇത്തിരി കാരമൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ കേക്ക് അടുത്ത ദിവസത്തേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം കാരമൽ ഉണ്ടാക്കി വെക്കണം. കാരണം ഇത് 1-2 കേക്കല്ലല്ലോ ഉണ്ടാക്കണത്. ഞാൻ 6 കേക്കാണ് ഒറ്റ ദിവസം ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ പഞ്ചസാര ഞാൻ എടുത്ത്. കാരണം ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാരമൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് തൂക്കി നോക്കിയാണ് ഏകദേശം 1/2 കിലോ താഴെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു വട്ടം കൂടിയ ഫ്രൈ പാൻ്റെ അകത്തേക്ക് ഇട്ട്. കാരണം എന്നാലാണ് അത് വേഗമായി കിട്ടണത്. 1/2 കിലോ പഞ്ചസാരയൊക്കെ കാരമലാകാനായിട്ട് താമസിക്കുമല്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് 1-2 കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാരയൊക്കെയാണ് നമ്മൾ കാരമൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അതിങ്ങനെ പരന്ന് കിടക്കും, അധികം ലെയറായിട്ട് വരില്ല. ഇതങ്ങനെയല്ല, മീതെ ഇങ്ങനെ പൊക്കത്തിലുണ്ട്, പരന്നാണ് കിടക്കണത്. എങ്കിൽ തന്നെയും ഹൈറ്റിലുണ്ട് പഞ്ചസാര. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇളക്കി കൊടുത്തത്. നിങ്ങൾ കാരമൽ 1 കപ്പിനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇളക്കി കൊടുക്കണ്ട. കാരണം ഇളക്കി കൊടുത്താൽ ചില പഞ്ചസാര അലിയേയില്ല, ഈ സ്പൂണിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് ചെറിയൊരു തീയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാവധാനം ഒരുക്കി കളറ് മാറി മെൽറ്റായിട്ട് വരും. അപ്പം മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടുവെള്ളം ഒഴിക്കണമെങ്കിൽ കട്ട പിടിക്കില്ല. തണുത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, ആ കട്ട പെട്ടെന്ന് തന്നെ ഉരുക്കി പോവുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി കട്ടിയാകും. ഇതിപ്പോൾ ചൂടായിട്ടിരിക്കുന്നതാണ്. ഇത്തവണ ഞാൻ
ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ 10 കിലോൻ്റെ ഒരു റൈസ് ബാഗ് എടുത്തിട്ടുണ്ട്. പൊന്നേരി എടുത്തേക്കണം. ആദ്യമായിട്ടാണ് മേടിച്ചത് പൊന്നേരി. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, എനിക്ക് ഇതിൻ്റെ വേവ് ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇതിന് 10 കിലോന് 525 രൂപ. പക്ഷേ അതിപ്പോൾ ഇത്തിരി വില കൂടിയിട്ടാണ് കിടക്കണത്. ഞാൻ എടുക്കുമ്പോൾ 525 രൂപ. അപ്പോൾ 52 രൂപ കിലോക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ മേടിച്ചത് ഇത് ചോക്കോപ്പൈ റിച്ചാർഡിനൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വലിയ പാക്കറ്റ് മേടിക്കും. 12 എണ്ണം ഉണ്ടാവും. 12 എണ്ണത്തിന് 83 രൂപ. ഇതാണ് ചോക്കോപ്പൈ. പിന്നെ ഞാൻ ജീരകം, 2 ടൈപ്പ് ജീരകം എടുത്തിട്ടുണ്ട്. ഇത് 2 ഈ ഗരം മസാല നല്ലതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ, 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 3 സൂപ്പ് നോറിൻ്റെ, ഇതിനൊക്കെ 10 രൂപയ്ക്കാണ്. 10 രൂപ. ഇത് 10 രൂപയാണ്. ഇത് 49 രൂപ. ഇത് 49 രൂപ. പിന്നെ ഇത് 27 രൂപ. 27, 49, 10 രൂപ. ഇതൊക്കെ റിച്ചാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇത്രയേ ഉള്ളൂ. അല്ലേ, ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം. അപ്പോൾ ഒരു കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു 1000 രൂപക്ക് സാധനം എടുക്കുമ്പോൾ 100 രൂപ കുറഞ്ഞു കിട്ടും. ഇത് 1000 രൂപയിൽ കൂടുതൽ സാധനമാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 100 രൂപ കുറഞ്ഞ് കിട്ടുമ്പോൾ 900 സംതിങ് അല്ലെങ്കിൽ 900 ഒക്കെ നിൽക്കുള്ളൂ. അപ്പോൾ 1000 രൂപയുടെ സാധനം നമുക്ക് 900 കിട്ടും. പിന്നെ ഇവരുടെ ഓഫറുകളില്ലേ, മാറി മാറി വരും കേട്ടോ. അപ്പോൾ അത് എപ്പോഴും നോക്കണം, ഓഫറുകൾ എന്താ കിടക്കണമെന്നുള്ളത്. ഒരേ ഓഫർ തന്നെ ആയിരിക്കില്ല, എപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആദ്യം തന്നെയല്ലേ നമ്മളിങ്ങനെ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഫ്ലിപ്കാർട്ട് എന്നുള്ള ഈ യെല്ലോ കളറിലായിരിക്കുള്ളൂ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഗ്രോസറിയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രോസറി എന്നുള്ള ഇതിലേക്ക് പോകണം. അപ്പോൾ കണ്ട അവിടെ ഗ്രീൻ കളറായില്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഗ്രോസറിയാണ് ഈ കാണിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ അഷ്വേഡ് പ്രൊഡക്ട്സ് നോക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഏറ്റവും വില കുറവുള്ളത് ഫ്ലിപ്കാർട്ട് അഷ്വേഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കണം. കണ്ട ഇത്തവണ വന്നേക്കണത് നമുക്ക് എഴുതിയേക്കണുണ്ട 800 രൂപക്ക് സാധനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയുടെ ഈ 1/2 കിലോ പഞ്ചസാര 1 രൂപക്ക് 1 രൂപ കൊടുത്താൽ മതി, നമുക്ക് കിട്ടും. അതാണ് ഇപ്പോഴത്തെ ഓഫറുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓഫറുകൾ മാറിക്കൊണ്ടിരിക്കും. പിന്നെ താഴേക്ക് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഓഫറിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കുറച്ച് പൈസക്ക് നമുക്ക് കൂടുതൽ സാധനം ഷോപ്പിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴാണ് അത് മനസ്സിലാണത്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏറ്റവും കൂടിയ ബ്രാൻഡുകൾ അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയി നോക്കണം. അപ്പോൾ ഓരോരോ ഫ്ലിപ്കാർട്ടിൻ്റെ മാത്രം വേണമെങ്കിൽ അങ്ങനെ ഇതിൽ ഫ്ലിപ്കാർട്ട് പ്രൊഡക്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ട് പ്രൊഡക്ട്സുകൾ മാത്രം എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് സാധാരണ നമ്മൾ മേടിക്കുന്ന ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ നേരെ കയറിയിട്ട് ആ ബ്രാൻഡിൻ്റെത് നോക്കുക അങ്ങനെ. അപ്പോൾ ഇത് താഴേക്ക് ഇങ്ങനെ പോയി നോക്കണം കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ താഴ്ത്തുണ്ട്. ആരും തന്നെ അങ്ങനെ നോക്കാറില്ല. അപ്പോൾ അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അറിയാവുന്നവർക്ക് അറിയാം ഇതൊക്കെ ചെന്ന് നോക്കണമെന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെയൊക്കെയുള്ള ഏത് കാറ്റഗറിയിൽ പോകണം, അത് എങ്ങനെയൊക്കെ. ഇനി കാറ്റഗറി ഒന്നും നോക്കിയില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കിട്ടും കേട്ടോ. എല്ലാ സാധനങ്ങളുടെയും ഇത് വരും. ഇതുണ്ട ഇങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്ത് എല്ലാം വായിച്ച് നോക്കുമ്പോൾ കാര്യം മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പ്രോഡക്ട്സ് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഗ്രോസറിയിലേക്ക് കയറണമെന്ന് കണ്ടല്ല. ഇനി നമുക്ക് മറ്റേതിലേക്ക് വരണമെങ്കിൽ ഇവിടെ നിൽക്കണം, അത്രയും. അപ്പോൾ നമ്മളുടെ ഫാഷനിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വരും. പിന്നെ ഇത് കണ്ട കോയിൻ കിടക്കണുണ്ട. എനിക്ക് 750 കോയിനാണ് കിടക്കണത്. കണ്ട 750 ഫ്രീ കോയിനുണ്ട്. അപ്പോൾ ഈ കോയിനുകൾ വെച്ചിട്ട് ഷോപ്പിംഗ് ചെയ്യണ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോയിനുകളുള്ള ആളുകൾക്ക് ഇതുപോലെ കോയിനും പൈസയും കൂടി കൊടുത്തിട്ട് ഇത് ഷോപ്പിംഗ് ചെയ്യുന്നതും, പിന്നെ 1 രൂപ കൊടുത്തിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നതും, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകണില്ല, കാരണം ഒത്തിരി നേരവും ഇതെല്ലാം പറഞ്ഞു തരുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഓഫറിൻ്റെ പൈസ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് ബുക്ക് ചെയ്യണ സമയത്ത് തന്നെ ഓഫറിൻ്റെ പൈസ കുറച്ചിട്ടുള്ള രൂപ നമുക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ
1121 രൂപയുടെ സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കണേ, ഞാൻ എടുക്കണില്ല. അപ്പോൾ ഇത് കണ്ടോ ഓഫേഴ്സ്, ഇതുണ്ടോ 170 ഓഫ് ഓൺ ഓർഡർ. അങ്ങനെ അത് ഫുള്ളായിട്ട് ഇത് വായിച്ചു നോക്കണം. 80 രൂപയാണ് ഇത്തവണ കിട്ടുന്നത്. കണ്ടോ 999 രൂപ എടുക്കുമ്പോൾ 80 രൂപ കിട്ടും. 175 രൂപ 2000 രൂപയ്ക്ക് എടുക്കുമ്പോൾ 175 രൂപ കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളിത് കണ്ടോ, ഇത് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ നിൽക്കുമ്പോൾ വില പൈസ കുറഞ്ഞുണ്ടോ 1041 രൂപ ചെയ്തുണ്ട്, 75 രൂപ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നുകൂടി കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. 1040 രൂപയുടെ സാധനം നമ്മളിത് ഓർഡർ ചെയ്യാൻ പോലെയാണ്. അപ്പോൾ നമുക്ക് 75 രൂപ കുറഞ്ഞ് 80 രൂപ കുറഞ്ഞ് കിട്ടും. ഇത് കണ്ടോ 80 രൂപ കുറഞ്ഞ് കിട്ടും. കാരണം 999 നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 80 രൂപ കുറഞ്ഞ് കിട്ടും. ഇതിപ്പോൾ 1040 രൂപയുടെ സാധനം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നേരെ കണ്ടിന്യൂ കുത്തിയാൽ നമുക്ക് ഈ പൈസ കിട്ടൂല. അപ്പോൾ നിങ്ങളിവിടെ നോക്കണം. കണ്ട, അപ്പോൾ ഇവിടെ അപ്ലൈ എന്നുള്ളതില്ലേ, അപ്ലൈ നിൽക്കണം. അപ്പോൾ നോക്കിക്കോ, ഞാൻ അപ്ലൈ നിൽക്കുമ്പോൾ ഇവിടെ പൈസ 1040 എന്നുള്ളത് മാറി നോക്കിക്കോ, 960 ആയത് കണ്ടോ. അപ്പോൾ ഇതുപോലെ അപ്പം തന്നെ പൈസ നമുക്ക് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ ഇത് അപ്ലൈഡ് എന്ന് കാണിച്ചിട്ടുണ്ട് കണ്ട. ഇതുപോലെ എപ്പോഴും നോക്കണം. പിന്നെ നമുക്ക് 1 രൂപയുടെ സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഇത് കണ്ട, ഇത് താഴേക്ക് നമ്മളൊന്നും കൂടി നോക്കണം കണ്ട. ഇപ്പോൾ നമ്മൾ ബിൽ പേയ്മെൻറ്റിൽ വന്നു കഴിയുമ്പോൾ താഴേക്ക് ഇങ്ങനെ നോക്കണം. താഴേക്ക് നോക്കുമ്പോൾ 1 രൂപക്ക് കിട്ടുന്ന ചില സാധനങ്ങളുണ്ടാകും. അത് 1 രൂപ കൊടുത്തിട്ട് അതും കൂടി ഇങ്ങനെ ആഡ് ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ 19 രൂപ കൊടുക്കണം ഈ സാധനത്തിന്. 19 രൂപ ശരിക്കുള്ളതിൻ്റെ വില 59 രൂപയാണ്. നമ്മൾ 19 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടിയിട്ട് ഈ ഒരു പ്രൈസിൻ്റെ ഇതിൽ ആഡ് ചെയ്ത് കിട്ടും. കണ്ടോ ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് പരിപാടി. അങ്ങനെ ഞാനും റിച്ചാർഡും കൂടിയിട്ടാണ് ഷോപ്പ് ആൻഡ് സേവിലേക്ക് പോണത് കേട്ടോ. റയനും റോജറും പപ്പയൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റയന് വരാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ടാനായിട്ട് റയൻ്റെ അടുത്ത് വരാൻ ഇങ്ങനെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് റയന് വീണ്ടും ഒരു വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയിൽ അവന് ഇൻറ്റേൺഷിപ്പിലേക്ക് കയറണമല്ലോ, അതിൻ്റെ കുറച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അപ്പോഴും കമ്പനിയിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അത് ഒരാഴ്ച കൂടിയിട്ട് വൈകും എന്നുള്ളൊരു സംഭവം വന്ന്. അപ്പോൾ അതുകൊണ്ട് റയൻ ഭയങ്കര ടെൻഷനിലാണ്. റയന് ഡ്രൈവിംഗ് ലൈസൻസും എടുക്കാൻ പോകാൻ പറ്റിയില്ല. അങ്ങനെ ആകെ ഒരു വിഷമം കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ജനുവരി പകുതിയോട് കൂടിയിട്ടാണ് റയന് കയറേണ്ട സമയം വരണത്. പക്ഷേ ആ പേപ്പേഴ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് അവിടെ ചില്ലറ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഒരാഴ്ച കൂടി വൈകും, വേറെ പ്രശ്നങ്ങളില്ല. എങ്കിലും റയൻ അതൊരു ടെൻഷനിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ചെയ്തതിന് അടുത്ത ആഴ്ച വീണ്ടും ചെയ്യണം. അപ്പോൾ അത് ഒരാഴ്ചയായിട്ട് കുത്തിയിരുന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒരു ടെൻഷനിൽ നിൽക്കണോണ്ട് റയൻ വന്നില്ല. അപ്പം ഞാനും റിച്ചാർഡും കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മൾ പള്ളിയിൽ ഇവിടുത്തെ ബസിലിക്ക പള്ളിയിലും അല്ലേ, ആ പള്ളിയാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ആ പള്ളിയുടെ ആ ഫ്രണ്ടിൽ കൂടി പോയിട്ട് അവിടെ നമ്മൾ സൈഡിൽ ഡെൽറ്റ സ്കൂളിൻ്റെ പിൻഭാഗത്തായിട്ട്, ഇവർ പഠിച്ച ഡെൽറ്റ സ്കൂളിൻ്റെ പിൻഭാഗത്തായിട്ട് കാറ് പാർക്ക് ചെയ്ത്. കാരണം ഇവിടെയൊന്നും പാർക്കിംഗ് ഇല്ല. അപ്പോൾ ഇവിടെയാണ് ഷോപ്പ് ആൻഡ് സേവ്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ഇത് കേരളം ഒന്നല്ലെന്ന് വിചാരിക്കുള്ളൂ. കാരണം ഇവിടെ നമ്മളുടെ ആളുകളെക്കാട്ടി കൂടുതൽ കാണുന്നത് വെള്ളക്കാരെയാണ്, ഫോറിനേഴ്സിനെയാണ് കാണുന്നത്. എവിടെ നോക്കിയാലും നിറയെ ഫോറിനേഴ്സ് ആയിരിക്കുള്ളൂ, പ്രത്യേകിച്ച് ഈ ഫെസ്റ്റീവ് സീസണിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ എവിടെയോ വന്ന ഒരു ഫീലാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഷോപ്പ് ആൻഡ് സേവിലേക്ക് കയറി കഴിഞ്ഞാൽ ഏതോ യൂറോപ്യൻ നാട്ടിൽ ഏതോ കടക്കകത്ത് നിൽക്കണമെന്നേ നമുക്ക് തോന്നുള്ളൂ. കാരണം എല്ലാം ഏകദേശം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവർ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയും ഇതിന് നല്ല വിലയുമുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവരും മേടിക്കുന്ന സാധനങ്ങൾ ഇത്തിരി ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങളല്ലേ. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറഞ്ഞൊരു ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഇട്ട് പുറത്ത് പോയാൽ ഒരു 5-6 പേര് നമ്മൾ കാണും. അപ്പോൾ നമുക്കൊരു അയ്യോ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് ആളുകൾ മേടിക്കും. പക്ഷേ ഈ ഒരു സാധനം എല്ലാവർക്കും കൊണ്ട് മേടിക്കാനായിട്ട് മനസ്സ് വരില്ല. പൈസ ഉള്ളവർക്ക് പോലും മേടിക്കാനായിട്ട് പൈസ വരില്ല. അപ്പം നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഞാനിതൊക്കെ മേടിക്കുമെന്നുള്ളതാണ് സത്യം. ഇത് ഇവിടെ നിന്ന് ഇപ്പോഴെന്നല്ല, പണ്ട് മുതലേ മേടിച്ച സാധനങ്ങൾ അതൊക്കെ ഇപ്പോൾ കേടായി മാറ്റി. കാരണം ഒരു
18 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ ഓരോ ക്രിസ്മസ് ഐറ്റംസ് ഈ ഷോപ്പ് ആൻഡ് സേവിൽ വന്നിട്ടാണ് മേടിക്കണം. വില ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ അത് മേടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് വിലയുടെ കാര്യവും പിന്നെ അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യവും കൂടി നോക്കുമ്പോൾ ഇത് നല്ല അടിപൊളി സംഭവങ്ങളാണ്. അപ്പം അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കി റിച്ചാർഡിനെ കട മൊത്തം മേടിക്കണമെന്നുള്ള അവസ്ഥ. എനിക്കും അതേ അവസ്ഥ തന്നെയാണ്. നേരത്തെ പോയിട്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഇതുപോലെ തന്നെ എന്ത് കണ്ടു കഴിഞ്ഞാലും എനിക്കത് എല്ലാം വേണമെന്നുള്ളൊരു തോന്നലായിരുന്നു. അത്രയും ഭംഗിയാണ് എല്ലാ സാധനങ്ങളും. അപ്പോൾ അത് ഈ ഒരു പപ്പാഞ്ഞികളില്ലേ, ഇതിലൊരു പപ്പാഞ്ഞിയാണ് നമ്മുടെ ന്യൂയോർക്കിലെ നമ്മുടെ മിയ കിച്ചണിൽ അവരുടെ അടുക്കളക്കകത്ത് വെച്ചിരിക്കുന്ന ഒരു പപ്പാഞ്ഞി. അത് കണ്ട് അത് കുറച്ച് നേരം നോക്കിയിരുന്നു. അത് കുറച്ച് മ്യൂസിക്കൊക്കെ ഉണ്ടാവും. 3000 രൂപ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ വില കേട്ടോ. അത് പക്ഷേ എടുത്തില്ല നമ്മൾ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, എങ്കിൽ തന്നെയും എടുത്തില്ല. അങ്ങനെ ഓരോന്ന് കണ്ണടക്കും. ഇത് ട്രെയിനാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുത കാഴ്ചയാണ് ശരിക്കും. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല സത്യത്തിൽ. ഇവിടെ തന്നെ കറങ്ങി നടക്കാൻ തോന്നും. തിരക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ വന്നിട്ടാണ്. എപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്കും തിരക്കായിരിക്കുള്ളൂ. അതായത് സന്ധ്യ നേരത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ച സമയത്തൊക്കെ വന്നത്. നേരത്തേക്ക് ഞാനിവിടെ വന്ന് ഒരുപാട് രൂപയുടെ ഷോപ്പിംഗ് ചെയ്തില്ല. അത് ഉച്ചക്കാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തിരക്കില്ലാതെ നമുക്ക് ഷോപ്പിംഗ് ചെയ്ത് പോയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം സാധനങ്ങളൊക്കെ പോയി തീർന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം പെട്ടെന്ന് തന്നെ ഇവിടെ ആളുകൾ വന്നിട്ട് നേരത്തെ തന്നെ ഇവരെല്ലാം സെറ്റാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ആളുകൾ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഇത്തിരി കുറവായിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 3 തീയതി എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം റോജർ എനിക്ക് ഒരു ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട് പാരഗൺ ഹോട്ടലിൽ കൊണ്ടുപോയത് നിങ്ങൾ ഓർക്കണുണ്ടാകും. അപ്പോൾ അങ്ങനെ പാരഗൺ ഹോട്ടലിൽ പോയി. അതിനുശേഷം നമ്മൾ ഷോപ്പ് ആൻഡ് സേവിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഷോപ്പ് ആൻഡ് സേവിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ഐറ്റംസ് കണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ടെലിഫോൺ ബൂത്തിൽ നിൽക്കുന്ന ഒരു പപ്പാഞ്ഞി. അതൊക്കെ അന്നത്തെ കഴിഞ്ഞ പോലത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും എനിക്കിഷ്ടപ്പെട്ടത്. പക്ഷേ റോജർ സമ്മതിച്ചില്ല. മമ്മി താൻ എന്തിനാണ് ഇങ്ങനെ മേടിച്ച് കൂട്ടുന്നത്, വെറുതെ പൈസ കളയല്ലേ എന്നും പറഞ്ഞിട്ടില്ലേ എന്നെ വലിച്ചിറക്കി കൊണ്ടുവന്ന്. എന്നെ മേടിപ്പിച്ചില്ല. ആ സങ്കടം എനിക്ക് ഈ ക്രിസ്മസിനും തീർന്നിട്ടില്ല. ആ സാധനം നല്ല സൂപ്പർ സംഭവമായിരുന്നു. അതിന് എന്തോ അതിന് 500-600 രൂപ എന്തോണ് സാധനം, പക്ഷെ അത് സൂപ്പറായിരുന്നു. അപ്പോൾ അത് ഇത്തവണ ഞാൻ റിച്ചാർഡിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇങ്ങനത്തെ ഒരു സാധനം അന്ന് കണ്ടിട്ട് എൻ്റെ പൈസക്കാണ് ഞാൻ മേടിക്കാൻ പോയത്. അവനോടല്ല ഞാൻ പറഞ്ഞത് മേടിച്ചു തന്നു. എൻ്റെ പൈസക്ക് മേടിക്കാൻ പോയിട്ടും കൂടി അവൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ്. റോജർ അങ്ങനെയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ പപ്പട പോലെയാണ് റോജർ പൈസ മുടക്കാൻ സമ്മതിക്കൂല. അപ്പം റിച്ചാർഡ് പറഞ്ഞ മമ്മി ഇത്തവണ നമുക്ക് പോയി നോക്കാം, അത് ഉണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ടാവും നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് വന്നേ. ഇപ്പോൾ സമയം തീർന്നു പോയി. കാരണം അന്ന് ഡിസംബർ 3 തീയതിയാണ് വന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ പോയേക്കണത് ഈ തിങ്കളാഴ്ചയല്ലേ. അപ്പോൾ 16 തീയതി എന്തോ അല്ലേ. അപ്പോൾ 16 തീയതി പോയി കഴിയുമ്പോഴത്തേക്ക് അത്രയും സാധനങ്ങളൊക്കെ അവിടെ തീർന്നു. അപ്പോൾ അന്ന് കണ്ടതൊന്നും ഇത്തവണ അവർക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിൽ തന്നെ എനിക്ക് ആ പപ്പാഞ്ഞിനെ, അതായത് മറ്റേ ടെലിഫോൺ ബൂത്തിൽ നിൽക്കുന്ന പപ്പാഞ്ഞിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അതൊരു യൂറോപ്യൻ സ്റ്റൈൽ ടെലിഫോൺ ബൂത്തും യൂറോപ്യൻ സ്റ്റൈൽ പപ്പാഞ്ഞി നല്ല അടിപൊളിയായിരുന്നു. അതിന്നും എനിക്ക് അതൊരു സങ്കടമാണ്, അത് മേടിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ആ വാശിക്കാണ് റിച്ചാർഡ് കൊണ്ടുവന്നത്. മമ്മി ഇന്ന് വന്ന് നോക്കിയിട്ട് നമുക്കിത് ഇവിടെ മമ്മിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാം എടുത്തോ, അന്നത്തെ പോലെ ഇഷ്ടപ്പെട്ടിട്ട് അയ്യോ അത് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുത്. നമുക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാം എടുക്കണം. കാരണം നമ്മളൊക്കെ ഇനി അടുത്ത വർഷം ഉണ്ടാകുമോ ഇല്ലയോ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്ന സമയത്ത് അങ്ങോട്ട് ചെയ്യുക. ഇതും പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവന്നേക്കണത് കേട്ടോ ആളിങ്ങോട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കാണിച്ചൊക്കെ തന്നിട്ടാ. അപ്പോൾ ഇവിടുത്തെ ആളുകളെ ഈ നമ്മുടെ മക്കൾ ഡെൽറ്റയിൽ പ്ലേ ക്ലാസ്സിൽ ചേർന്നപ്പോൾ തുടങ്ങിയിട്ട് ഈ കുഞ്ഞുങ്ങളെ എന്നെ കാണുന്നവരാണ് കേട്ടോ അവർ. കാരണം നമ്മൾ അന്നേ ഇവിടെ വന്നിട്ട് ഓരോ സാധനങ്ങൾ ഇവിടെ ഓടി നടന്ന് കൊച്ചുങ്ങളൊക്കെ നോക്കിയെടുത്ത് അങ്ങനെയൊക്കെ ഒരുപാട് കാറുകൾ, കുഞ്ഞു കുഞ്ഞു കാറുകളൊക്കെ ഉണ്ട് ഇവിടെ. അത് അങ്ങനെ കുറേ സംഭവങ്ങൾ, പിന്നെ എന്താണ് ബീ ബ്ലേഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അന്ന്. അതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ടാകുമായിരുന്നു. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അത്
അതൊക്കെ വന്നെടുക്കുക, ഇവിടെ വന്ന് കാണുക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓണർ, സ്റ്റാഫ് എല്ലാവരെയും അന്ന് മുതൽ നമ്മൾ കാണുന്നത് കുഞ്ഞുങ്ങൾ വളരുന്നത് കണ്ട ആളുകളാണ്. കാരണം എപ്പോഴും അവിടെ പഠിച്ച് പോകുന്ന സമയത്ത് ഇപ്പോഴും ഒക്കെ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാവരെയും നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് സെയിൽസ്മാൻ, ഓണറൊക്കെ അവരൊക്കെ അന്നത്തെ കാലത്ത് ഭയങ്കര ചെറുപ്പമായിരുന്നു. ഇപ്പം എല്ലാവരും പ്രായമായി, നമ്മളും പ്രായമായി, മക്കളും വലുതായി. അങ്ങനെ അതൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കട്ടെ, നമ്മളെപ്പോഴും എങ്ങനെയും കണ്ടുകൊണ്ടിരിക്കണം. കാരണം ഈ ഡെൽറ്റയിൽ കുട്ടികൾ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഷോപ്പ് ആൻഡ് സേവിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമേ ഇല്ല. എങ്കിലും പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പ് ഇങ്ങനെയല്ല, നമുക്ക് പുറത്ത് നിന്നേ സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ചില്ലിൻ്റെ ഒരു മേശ പോലെയൊക്കെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫ്രണ്ടിൽ കവർ ചെയ്തിരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ടോപ്പായിട്ട്. എന്നിട്ട് അതിൻ്റെ പുറത്ത് നിന്നിട്ടാണ് നമ്മൾ സാധനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടൊക്കെ മേടിക്കുന്നത് കേട്ടോ. അല്ലാതെ അകത്തേക്ക് കയറാൻ പറ്റില്ല. പിന്നീടാണ് ഇങ്ങനെയൊക്കെ ആയത്. അപ്പം നമ്മുടെ കുട്ടികൾ, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് കുട്ടികളൊക്കെ കുട്ടികളെ സ്കൂളിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നീട് ഞാനിവിടെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു 10-25 വർഷം മുൻപ് പിന്നെ ഈ ഷോപ്പ് കാണുമ്പോൾ ഇങ്ങനെ കിടക്കണം. അതിന് മുൻപൊക്കെയാണ് പുറത്തുനിന്ന് സാധനം മേടിക്കണം. ഇപ്പം ഞാൻ ഇതിൽ ക്രോക്കറി ഐറ്റംസ് കാണിച്ചില്ലേ, അതൊക്കെ വേറെ ഒരു സ്ഥലത്തും ഞാൻ കാണാറില്ല കേട്ടോ. അപ്പോൾ ആർക്കും ഇല്ലാത്തൊരു സംഭവം നമ്മുടെ കയ്യിൽ വേണമെന്നൊക്കെ വിചാരിക്കൂലേ, അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയൊരു ഷോപ്പാണിത്. കാരണം അത് ഇവിടെ നമ്മളുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു റീത്ത് നമ്മുടെ മുന്തിരിവള്ളി വെച്ച് ചെയ്തേക്കുന്നത് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി റീത്ത് ഞാൻ ഇവിടെ കൊണ്ടേ വെക്കുമെന്ന് വിചാരിച്ചിട്ടാണ് മേടിക്കാതിരുന്നത്. മുന്തിരിവള്ളിയുടെ റീത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളി വെച്ചിട്ട് ഒരു റീത്തൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് മുന്തിരിവള്ളി വെച്ചിട്ടുള്ള പല റീത്തുകൾ ഞാനിവിടെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ മേടിച്ച് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ വന്ന വഴിക്ക് നമ്മൾ ആ ഇടവഴിയൊക്കെ കയറി ബീച്ചിൽ കൂടിയിട്ടാണ് ഈ പോകുന്നത്. ഇത് ബീച്ചാണ് കേട്ടോ. അപ്പോൾ കാർ പാർക്ക് ചെയ്തൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ബീച്ച് വെള്ളം കടൽ കാണാത്തത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബർഗറൊക്കെ കഴിക്കാനായിട്ട് രാത്രി വരൂലേ ആ സ്ഥലത്ത്. അപ്പോൾ അതാണ് ആ ബർഗറിൻ്റെ ഷോപ്പൊക്കെയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ ഇറങ്ങാനും തോന്നിയില്ല, കാരണം എല്ലാവരും ഇല്ല, ഞങ്ങൾ 2 ആളും മാത്രമല്ലേ ഉള്ളൂ. ഷോപ്പ് ആൻഡ് സേവ് എന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, മമ്മി ഇവിടെ ലോഫേഴ്സിൽ മമ്മി പോയിട്ടില്ല, അവിടെ പോയിട്ട് നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മൾ 2 പേരുമായിട്ട് പോകണ്ടടാ, മറ്റേ പിള്ളേർ 2 പേരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സമ്മതിക്കാതെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ റിച്ചാൻ അതൊരു വിഷമമാണ്. ഞാൻ എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡ് മേടിച്ച് തരാതെ കൊണ്ടുപോകുന്നത് അവന് ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് ഏതായാലും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോകുന്നു. കാരണം ഒന്നാമത് ലേറ്റ് ആകും, ഒത്തിരി നേരവും വീട്ടിൽ വരുമ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്ന് അത് വന്ന് കഴിച്ചൊക്കെ വരുമ്പോൾ ഒത്തിരി ലേറ്റ് ആകും. അപ്പോൾ പിള്ളേരെല്ലാവരും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഷോപ്പ് ആൻഡ് സേവിൽ നിന്ന് മേടിച്ചത് കാണിച്ചു തരാം. ഇതെല്ലാം ഹാങ് ചെയ്യണതാണ് കേട്ടോ. ഇപ്പോൾ ഇത്തവണ ചെന്നപ്പോഴേ കുറച്ച് ലേറ്റായിപ്പോയി, നമ്മൾ കളക്ഷനൊക്കെ കുറച്ച് തീർന്നുപോയി. ഇത് 2 ബെഞ്ചാണ്, ഗാർഡൻ ബെഞ്ച്. ഇതിൻ്റെ വില ഇത് 120 ആണ് കേട്ടോ. 120. റിച്ചാണ് അവിടുത്തെ ഒരു കാർ എടുത്തിട്ട് വന്നെങ്കിലുണ്ടോ? റിച്ചാൻ്റെ ഇതൊക്കെ കാറ് മേടിക്കും മേടിച്ചിരിക്കും. അതാണ് ഇതൊക്കെ ഇങ്ങനെ തുറക്കണം. ഇത് കാർ, ഇതെന്ത് കാറാണ് റിച്ചാടെ? അതെ, ഇത് ഓടുകയും ചെയ്യും, ലൈറ്റൊക്കെ കത്തും. ഇത് നമുക്ക് ഓടിച്ച് കാണിക്കാൻ റിച്ചാടെ. ഇനി റിച്ചാർഡ് കോഴ്സിന് ചേർന്നേക്കണല്ലേ, അപ്പം രാത്രി ഉറക്കം വരുമ്പോൾ ഇരുന്ന് കളിക്കാനാണ്, ഉറക്കം പോകാൻ. അതിന് ഇത് എത്ര രൂപ റിച്ചാടെ? ഇതിന് 1300, 1300 ആണ്. നല്ല ഇതാണ്ട് ബ്രാൻഡഡ് ആണിത്. ഇതിൻ്റെ ആ ബ്രാൻഡിൻ്റെ ആണ് കാറിൻ്റെ. ഇതാണ് നമ്മുടെ ബെഞ്ച്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, പക്ഷെ നല്ല ക്യൂട്ടായിട്ടില്ലേ. പിന്നെന്താണ് ഇത്? നമ്മുടെ പപ്പാജിയുടെ എന്താണ് സ്ലഡ്ജാ ഇത്? സ്കേറ്റ് ബോർഡാ. ഇത് വുഡിൻ്റെ ആണ് കേട്ടോ. ഇതെല്ലാം വെറുതെ ഇങ്ങനെ ഹാങ്ങിങ് ആണ് കേട്ടോ. ഇത് 220 ആണ് ഇതിൻ്റെ വില, 220. വെൽക്കം. അവിടെ ഉണ്ട്. ഇതും ഒരു ഹാങ്ങിങ് ആണ് കേട്ടോ. മേരി ക്രിസ്മസ്.
പക്ഷെ ബെല്ലില്ല. ഞാൻ വിചാരിച്ചു ബെല്ലുണ്ടാവുമെന്ന് വെച്ചത്. ബെല്ലില്ല. ഇത് 270 ആണ് ഇതിന്. ഇത് മെറ്റലാണ് കേട്ടോ. ഇതും ഒരു ഹാങ്ങിങ് ആണ്. ഇതൊക്കെ വുഡാണ്. ഇത് 110. കുറേ റിച്ചാർഡ് എടുത്തതാണ്ട, ഞാനെടുത്തതല്ല. ഞാൻ വേണ്ടത് റിച്ചാർഡ് സമ്മതിക്കാതെ എടുത്തതാ. ഇതൊരു ബാഗ്, ഇതും ഹാങ്ങിങ് ആണ്. ഇത് 180. തുറക്കാനൊന്നും പറ്റില്ല കേട്ടോ, ചുമ്മാ ബാഗാണ്. എന്തേ എടാ, നീ ഒന്ന് മേടിക്കാത്ത സാധനം അതില്ല. അതൊക്കെ അപ്പം തന്നെ തീർന്നെന്ന്. ഞാൻ അത് തിരക്കിയിട്ടാ പോയത്. ആ സാധനം ഇല്ല. അതിൻ്റെ പോലത്തെ വേറൊരെണ്ണമുണ്ട്. അത് വെള്ളത്തിൽ നിൽക്കണ പഞ്ഞിയായിരുന്നു. അത് ഞാൻ ചിലവരെ അത് കൊള്ളൂല, അത് കാണാൻ അത്ര ഭംഗിയില്ല. ഇത് 250 രൂപ. ഞാൻ പറഞ്ഞു കുളിക്കണെന്ന് പറഞ്ഞ് അവിടെ പോയി ഇരിപ്പണ്ട. ഇത് 250 രൂപ. പിന്നെ ഇതും വുഡാണ്. വുഡാണെന്ന് തോന്നുന്നു. ഇത് വുഡാണ് റിച്ചാൽ. ഇത് വുഡല്ലേ? ഇത് 240 രൂപയാണ്. 240 ഉണ്ട്. ഇവിടെ ഉള്ളതൊക്കെ ആ വിലയൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതൊക്കെ. ഇത് 140. ഇത് ഒരു സ്റ്റാർ, ഒരു സ്നോമാനും കൂടിയിട്ട്. ഇത് 140. വുഡിൻ്റെ ഒരു സ്റ്റാറാണ്. ഇത് ഒരു ലോലിപോപ്പ്. എന്ത് പറ്റി? 220 ഇതിന്. എല്ലാം 200. ഇത് 220. ഇത് എത്രയാണ്? ഇത് 110. ഇത് വുഡിൻ്റെ ഒരു ട്രീ. ഈ കളക്ഷൻസ് ഇല്ലേ ഷോപ്പ് ആൻഡ് സെയിലും മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. നമ്മൾ ഇല്ല റയനെ, നമ്മൾ മേത്തർ ബസാറിൽ പോയിട്ട് വല്ലതും കിട്ടിയ ഒന്നും കണ്ടില്ല. അവിടെ ഒരുപാടുണ്ട്. പക്ഷെ ഈ ടൈപ്പ് അയ്യോ, ഇത് ഞാൻ റോജറെ അത് പിന്നെ കാണാം. ക്ലിപ്പ് മേടിച്ചിട്ടുണ്ട് ഇതിനൊക്കെ. റോജറിന് മേടിച്ച ക്ലിപ്പ്. ഇതില്ലേ നമുക്ക് ഒരുപാട് വർഷങ്ങൾ നമുക്കിത് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഒരുപാട് യൂസ് ചെയ്യണത് ഓരോ വർഷവും ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അപ്പം പിന്നെ ഇത് കുഴപ്പമില്ല. നമ്മൾ മേടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കണം, നല്ലതാണ്. ഇത് 300 ആണ് ഒരു ട്രെയിന്. ഇത് മെറ്റലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മെറ്റലാണ്. പിന്നെ ഇത് ഈ തൊപ്പി വെച്ചിട്ടുള്ള മിസ്റ്റർ ബീനിലെ സാധനം. ബോഡി ഗാർഡ് ആണല്ലേ? അപ്പൊ ഇത് മറ്റേ തൊപ്പി വെച്ച ബോഡി ഗാർഡ് അല്ല. നേരത്തെ തൊപ്പി വെക്കാത്തതുണ്ടല്ല. ഇത് തൊപ്പി വെച്ചത്. ഇത് വേറെ ടൈപ്പ് തൊപ്പി വെച്ചത്. ഇത് മുടിയുടെ തൊപ്പി വെച്ചത്. ഇത് രണ്ടെണ്ണോ 299, 300 രൂപയാണ് ഇത് ഒരെണ്ണത്തിന്. കുഞ്ഞി ക്ലിപ്പ്. ഇതൊരു കുഞ്ഞി ക്ലിപ്പ്. പിന്നെ ഇത് 2 ക്യാൻഡില്. പിന്നെ ഇതൊരു പെന്നാണ് കേട്ടാ. നീ കണക്കില്ല, ഞാനിത് കഴിയട്ടെ. ഇതൊരു പെന്ന്. ഇത് എത്ര രൂപ നിർച്ചട പെന്നിന്? 90. ഇത്ര സാധനം മേടിച്ചത്. ഇല്ല, നമ്മുടെ മെയിൻ സാധനം കാണിച്ചില്ലല്ലോ. അത് ഓൺ ചെയ്. കൊണ്ടോ. എവിടെയാണ് ഓൺ ചെയ്യണത്? റിച്ചാർഡ് ഇതിന്റെ വില എത്ര?
ഇത് 1120. അയ്യടാ ഇത്ര സ്വന്തമാക്കി. അപ്പോൾ ഇത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേ മോഡലൊക്കെ ചെറുതും വലുതുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും വലുതാണ് എടുത്തത്. അപ്പോൾ എനിക്കിതൊന്നും എടുക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിച്ച് പോയ സാധനം ഉണ്ടായിരുന്നില്ല. വേറെ ഉള്ളതൊന്നും എനിക്ക് അങ്ങനെ എടുക്കണമെന്നുള്ള വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റിച്ചാർഡ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും റിച്ചാർഡ് ഷോപ്പ് ആൻഡ് സേവിലേക്ക് ക്രിസ്മസ് ടൈമിൽ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവൻ ഇതെല്ലാം പെറുക്കിയെടുത്തത്. അപ്പോൾ അവിടെ നിന്ന് ഒരു സ്നോ വീണ് കിടക്കുന്ന ട്രീ മേടിക്കാൻ എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല കേട്ടോ മേടിക്കാനായിട്ട്. സ്വന്തം വണ്ടിയാണ്. ലോണൊന്നും എടുത്തിട്ടില്ലല്ലോ, റെഡി ക്യാഷ് അല്ലേ? താഴെയൊക്കെ വെച്ച് ആ അപ്പോൾ പണ്ട് നമ്മൾ ഈ പിള്ളേർ കുഞ്ഞാകുന്ന സമയത്ത് ഈ ഷോപ്പ് ആൻഡ് സേവ് ചെല്ലുമ്പോൾ ഇതുപോലത്തെ കാറുകൾ ഇഷ്ടം പോലെ അവിടെ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ അന്നൊക്കെ ഈ കാറ് വരും മേടിച്ച് തരാൻ പറയുമ്പോൾ ഈ ആയിരക്കണക്കിന് രൂപയുള്ള വിലയുള്ള കാറൊന്നും ഞാൻ മേടിച്ചു കൊടുക്കാറില്ല. അതിന് പകരം ഇതിൻ്റെ തന്നെ കുഞ്ഞു കുഞ്ഞു കാറുകളുണ്ട്. അതിന് വേണ്ടി ഏകദേശം 300-400 രൂപ വില. ആ കാറുകൾ ഒരുപാട് ഇവർക്ക് ഞാൻ അവിടെ നിന്ന് മേടിച്ചു കൊടുത്തത്. അത് ഒരുപാടുണ്ട്, ഇവിടെ ഉണ്ട്. അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതുവരെ കളഞ്ഞിട്ടില്ല. പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് ഇവർ. ഇതുകൊണ്ട് ഈ റേസൊക്കെ നടത്തുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചാടി മീതെ കൂടി ഉരഞ്ഞു പിടിച്ചൊക്കെ കുറേ പെയിൻ്റൊക്കെ പോയിട്ടുണ്ടെങ്കിലും നല്ല കനമുള്ള മെറ്റലിൻ്റെ കാറുകളാണല്ലോ. അപ്പോൾ ഇതും മെറ്റലിൻ്റെ കാറാണ്. ഇതുപോലെ ഇത് സംഭവങ്ങളൊക്കെ ഇതൊക്കെ തുറക്കാം. ഇത് ഒറിജിനൽ ഈ കമ്പനിയുടെ കാറാണ് കേട്ടോ. അല്ലാതെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൽ ചെയ്തേക്കണം കിട്ടും. കാണുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇത് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് അറിയാവുന്നവർക്കും അറിയാം ഇത് വെയിറ്റ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് ആയിരക്കണക്കിന് രൂപ വരുന്നത്. അപ്പോൾ റിച്ചാർഡ് ഇതിൻ്റെ വേറൊരു കാറ് ഇങ്ങനെ അവിടെ നോക്കിയെങ്കിലും അവിടെ അവന് ഇഷ്ടപ്പെട്ടത് ഇത് പറഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൻ വീട്ടിൽ വന്നിട്ട് ഓൺലൈനിൽ അവന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം കൂടി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടി വരും. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം റയൻ പോയിട്ട് ഈ ഒരു സംഭവം കാർട്ടൂണോടൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനും ആയിരക്കണക്കിന് രൂപയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കുറച്ചധികം നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെച്ചാൽ ലൈറ്റാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ പെയിൻറ്റിങ്ങിന് ശേഷം കുറച്ച് പഴകിയ ലൈറ്റുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് റീപ്ലേസ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനിൽ കുറേ അധികം ലൈറ്റുകളും പല സാധനങ്ങളും ഓർഡർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ നേരത്തെ ഒരു ലൈറ്റ് വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്റ്റെയർ കേസിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇതാ വന്നിരിക്കണം. ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ പപ്പ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് അപ്പം തന്നെ ഫിറ്റ് ചെയ്യാനൊക്കെ നിൽക്കും കേട്ടോ. അപ്പം റിച്ചാർഡ് എപ്പോഴും പറയും, പപ്പ ഈ ഇലക്ട്രിക് പരിപാടിക്ക് നമ്മൾ നിൽക്കണം ശരിയല്ല. കാരണം എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ പള്ളിവാസൽ വരെ കറണ്ട് പോകും. അതുകൊണ്ട് തന്നെയും നമുക്ക് ഇതാളെ വിളിച്ച് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ പപ്പ ചെയ്യൂല കേട്ടോ. പപ്പക്ക് ഒറ്റക്ക് തന്നെ ചെയ്യണം. അങ്ങനത്തെ പപ്പ ഒറ്റക്ക് ചെയ്യണതാണ്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്ത് ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്